മതിയായവൻ. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ. ഞാൻ അവൻ കൈകളിൽ സുരക്ഷിതനാ. യേശു മതിയായവൻ, യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. കാക്കയെ അയച്ചാഹാരം തരും, ആവശ്യമെല്ലാം നടത്തി തരും, നഷ്ടങ്ങളെ ലാഭമാക്കി തരും. യേശു മതിയായവൻ, കാക്കയെ അയച്ചാഹാരം തരും, ആവശ്യമെല്ലാം നടത്തി തരും, നഷ്ടങ്ങളെ ലാഭമാക്കി തരും. യേശു മതിയായവൻ, യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ചിക്കു കുര്യാക്കോസ് കഴിഞ്ഞ നവംബർ 8-ന് 26-ാം വയസ്സിൽ തൻ്റെ പ്രയാണം പൂർത്തിയാക്കി അക്കരെ നാട്ടിലേക്ക് ചേർക്കപ്പെട്ടു. അദ്ദേഹം വെറും 8 വർഷം കൊണ്ട്
ഒരു പുരുഷായുസ് മുഴുവൻ ചെയ്തു തീർക്കാവുന്ന അത്രയും പ്രവർത്തനങ്ങൾ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി സംഗീതത്തിലൂടെ ചെയ്യുവാൻ തക്കോണം ഇടയായി തീർന്നു. ആത്മനിറവിലുള്ള ആലാപനം കൊണ്ട് സംഗീതത്തിൻ്റെ മറ്റൊരു വഴിയിലൂടെ സഞ്ചരിച്ച് ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് കേൾവിക്കാരെ കൂട്ടിക്കൊണ്ടുപോയ യുവഗായകനായിരുന്നു നമ്മെ വിട്ടുപിരിഞ്ഞ ചിക്കു കുര്യാക്കോസ്. കണ്ണുനീരിൻ്റെ താഴ്വരകളിൽ ദൈവിക സാന്ത്വനത്തിൻ്റെ കരസ്പർശമായിരുന്നു ആ ഗാനങ്ങൾ. അദ്ദേഹം ഒരു +1 വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മാരകമായ ക്യാൻസർ രോഗത്താൽ പിടിപെട്ട് അദ്ദേഹം മരണത്തിന് വിധിക്കപ്പെട്ട നാളുകളിൽ അദ്ദേഹത്തിൻ്റെ 18-ാം വയസ്സിനോടടുത്ത സമയത്ത് അദ്ദേഹം 90% ക്യാൻസർ രോഗബാധിതനായി. അതിനുവേണ്ടി 1-2 വർഷങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും പരിപൂർണമായി അദ്ദേഹത്തിന് സൗഖ്യം ലഭിച്ചില്ല. മരണത്തോട് അദ്ദേഹം അടുത്തടുത്ത് നീങ്ങുന്ന സമയത്ത് ഒരു യുവജന ക്യാമ്പിൽ വെച്ച് അദ്ദേഹത്തിന് ദൈവം അത്ഭുത സൗഖ്യം നൽകി. അവിടെ നിന്ന് അങ്ങോട്ടൊരു പ്രയാണമായിരുന്നു. 8 വർഷക്കാലം അദ്ദേഹം ദൈവത്തിന് വേണ്ടി അക്ഷീണം പരിശ്രമിപ്പാൻ തക്കണം ഇടയായിത്തീരുന്നു. എന്നാൽ തൻ്റെ പ്രയാണം പൂർത്തിയായി കഴിഞ്ഞ നവംബർ 8-ാം തീയതി അദ്ദേഹം ദൈവസന്നിധിയിൽ ചേരുവാൻ തക്കണം ഇടയായിത്തീർന്നു. ക്രിസ്തുവിന് വേണ്ടി അദ്ദേഹം ജ്വലിച്ച് പ്രകാശിച്ചു. വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും തിരിനാളമായി എരിഞ്ഞു ശോഭിക്കുന്ന ചിക്കുവിൻ്റെ ഗാനങ്ങൾ കേൾവിക്കാരുടെ ഹൃദയങ്ങളെ അനുതാപത്തിലേക്കും ആത്മീയ ഉണർവിലേക്കും എത്തിക്കുവാൻ കരുത്തുറ്റവയായിരുന്നു. നിങ്ങൾ ഇന്നും യൂട്യൂബിൽ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ കേൾക്കുകയാണെങ്കിൽ ഒരു വലിയ ആത്മപ്രവാഹമായി നമ്മുടെ ഹൃദയങ്ങളിൽ ചെന്ന് പതിക്കുന്ന ഗാനങ്ങളാണ് ചിക്കു കുര്യാസ് നമുക്ക് വേണ്ടി ആലപിച്ചത്. അദ്ദേഹം തൂലിക ചലിപ്പിച്ച ഗാനങ്ങൾ വളരെ കുറവാണ്. എന്നാൽ അതിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു ഗാനമാണ് ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനായി. 18-ാം വയസ്സിൽ ക്യാൻസർ രോഗത്തിൻ്റെ പിടിയിൽപ്പെട്ട് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഈ ഗാനത്തിൻ്റെ വരികൾ ഇങ്ങനെ കുറിച്ചു വെച്ചുകൊണ്ട് തൻ്റെ ഭവനക്കാരോട് പറഞ്ഞു, ഞാൻ മരിക്കുമ്പോൾ ഈ ഗാനം നിങ്ങൾ പാടണമെന്ന്. 18-ാം വയസ്സിൽ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിച്ച അനുഗ്രഹീതനായ ആ യുവ ഗായകൻ അദ്ദേഹം ഇങ്ങനെ കുറിച്ചു, ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനായി, പാടിയിടുന്നുവെങ്കിൽ ദൈവത്തിനായി, നല്ല ദാസനായി ഞാൻ തീർന്നതിനാൽ എൻ മരണം എനിക്ക് ലാഭം. അദ്ദേഹത്തിൻ്റെ മരണം അദ്ദേഹത്തിന് ലാഭമായി കാണുവാൻ കഴിഞ്ഞത് അദ്ദേഹം ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചു, ക്രിസ്തുവിന് വേണ്ടി പാടി. നമ്മുടെ ജീവിതവും ആ രീതിയിലായിത്തീരുന്നുവെങ്കിൽ നമ്മുടെ മരണവും ലാഭമായി തീരും. ഈ സന്ദേശം ചിക്കു കുര്യാക്കോസ് നമ്മോട് കൈമാറുകയാണ്. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിലൂടെ അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം ജീവിക്കുന്നു. ഈ ഗാനം ക്രിസ്റ്റോ നമുക്ക് വേണ്ടി ആലപിക്കുന്നു. ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനാ, പാടിയിടുന്നു എങ്കിൽ ദൈവത്തിനാ. ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനാ, പാടിയിടുന്നു എങ്കിൽ ദൈവത്തിനാ. നല്ല ദാസനായി ഞാൻ തീർന്നതിനാ, എൻ മരണം എനിക്കതു ലാഭം. നല്ല ദാസനായി ഞാൻ തീർന്നതിനാ, എൻ മരണം എനിക്കതു ലാഭം. ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനാ, പാടിയിടുന്നു എങ്കിൽ ദൈവത്തിനാ. ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനാ, പാടിയിടുന്നു എങ്കിൽ ദൈവത്തിനാ. നല്ല ദാസനായി ഞാൻ തീർന്നതിനാ, എൻ മരണം
എനിക്കതു ലാഭം. നല്ല ദാസനായി ഞാൻ തീർന്നതിനാ എൻ മരണം എനിക്കതു ലാഭം. ലോകത്തിൻ മോഹങ്ങളിൽ നീങ്ങി പാപത്തിൻ ദാസന ഞാൻ തീർന്നു. നഷ്ടമായി പോയ കാലങ്ങളോർത്ത് എൻ്റെ ദൈവത്തിൻ സന്നിധി ഞാൻ ചെന്നു. ലോകത്തിൻ മോഹങ്ങളിൽ പാപത്തിൻ ദാസന ഞാൻ തീർന്നു. നഷ്ടമായി പോയ കാലങ്ങളോർത്ത് എൻ്റെ ദൈവത്തിൻ സന്നിധി ഞാൻ ചെന്നു. ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനായി, പാടിയിടുന്നു എങ്കിൽ ദൈവത്തിനായി. ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനായി, പാടിയിടുന്നു എങ്കിൽ ദൈവത്തിനായി. നല്ല ദാസനായി ഞാൻ തീർന്നതിനായി എൻ മരണം എനിക്കതു ലാഭം. നല്ല ദാസനായി ഞാൻ തീർന്നതിനായി എൻ മരണം എനിക്കതു ലാഭം. യേശുവിൽ വന്നു എനിക്കായി ക്രൂശിൽ നാഥൻ പീഡഞ്ഞു. തന്റെ തേരു രക്തം എനിക്കായി ചിന്തി. എന്തൊരത്ഭുതമേ മഹൽ സ്നേഹം. എന്നെ സ്നേഹിപ്പാൻ യേശുവിൽ വന്നു എനിക്കായി ക്രൂശിൽ നാഥൻ പീഡഞ്ഞു. തന്റെ തേരു രക്തം എനിക്കായി ചിന്തി. എന്തൊരത്ഭുതമേ മഹൽ സ്നേഹം. ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനായി, പാടിയിടുന്നു എങ്കിൽ ദൈവത്തിനായി. ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനായി, പാടിയിടുന്നു എങ്കിൽ ദൈവത്തിനായി. നല്ല ദാസനായി ഞാൻ തീർന്നതിനായി എൻ മരണം എനിക്കതു ലാഭം. നല്ല ദാസനായി ഞാൻ തീർന്നതിനായി എൻ മരണം എനിക്കതു ലാഭം. ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനായി, പാടിയിടുന്നു എങ്കിൽ ദൈവത്തിനായി. ജീവിക്കുന്നു
നല്ല ദാസനായി ഞാൻ തീർന്നതിന എൻ മരണം എനിക്കതു ലാഭം. നല്ല ദാസനായി ഞാൻ തീർന്നതിന എൻ മരണം എനിക്കതു ലാഭം. മറുകരയിൽ കണ്ടിടും മറുവിലയായി തന്നവനെ സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആ ദിനത്തിൽ. മറുകരയിൽ കണ്ടിടും തന്നവനെ സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആ ദിനത്തിൽ. സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആ ദിനത്തിൽ. അടുത്ത ഗാനം ഷിജോ നമുക്ക് വേണ്ടി ആലപിക്കുന്നു. മറവിടമായി എനിക്ക് യേശുവുണ്ട്, മറച്ചിടും അവൻ എന്നെ ചെറുകടിയിൽ. ബ്രദർ ചാൾസ് ജോൺ രചിച്ച ഒരു ഗാനമാണ്. അദ്ദേഹം 1981 ജന്മദിനത്തിൽ എഴുതിയ ഒരു ഗാനമാണ്. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞ് ഞാൻ അലയാൻ ഇടവരാതെ എന്നെ നടത്തുന്ന ദൈവം അവൻ എന്നെ വലതു കൈ പിടിച്ച് നടത്തിയിടുന്നു. ആ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും ഗാനം ഷിജോ നമുക്ക് വേണ്ടി ആലപിക്കുന്നു. യേശുവുണ്ട്, മറിച്ചിടും അവനെന്നെ ചിറകടിയിൽ. മറന്നിടാതിവിടെന്നെ കരുതിടുവാ, മാറാതെ അവനെന്റെ അരികിലുണ്ട്. മറന്നിടാതിവിടെന്നെ കരുതിടുവാ, മാറാതെ അവനെന്റെ അരികിലുണ്ട്. അനുദിനവും അനുഗമിപ്പാൻ അവൻ നല്ല മാതൃകയാകും എനിക്ക്. അനുദിനവും അനുഗമിപ്പാൻ അവൻ നല്ല മാതൃകയാകും എനിക്ക്. ആനന്ദ ജീവിത വഴിയിലിന്ന് അനുഗ്രഹമായി എന്നെ നടത്തിയിടുന്നു. ആനന്ദ ജീവിത വഴിയിലിന്ന് അനുഗ്രഹമായി എന്നെ നടത്തിയിടുന്നു. മറവിടമായി എനിക്ക് യേശുവുണ്ട്, മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ. മറന്നിടാതിവിടെന്നെ കരുതിടുവാ, മാറാതെ അവൻ എന്റെ അരികിലുണ്ട്. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിട. വിളിച്ച ദൈവം
അടുത്ത ഗാനം അസാധ്യമായി എനിക്കൊന്നുമില്ല. നമ്മുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. RS വിജയരാജിൻ്റെ സുവിശേഷ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രത്യേക സാഹചര്യത്തിലെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ കൊണ്ടു നടക്കും എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തെ പരിപാലനം ഇടയായിത്തീർന്നു. ആ സമയത്ത് ദൈവം അദ്ദേഹത്തോട് പറഞ്ഞു, നിനക്ക് അസാധ്യമായിരിക്കാം, പക്ഷേ ദൈവത്തിന് സകലവും സാധ്യമാണ്. അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ എഴുതി, സാധ്യമേ എല്ലാം സാധ്യം യേശു എൻ്റെ കൂടെയുള്ളതിനാൽ. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് അവസ്ഥകളിലും ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കും, ഇതെനിക്ക് എന്നാൽ കഴിയുമോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥകളുണ്ട്. പക്ഷേ യേശു നമ്മുടെ കൂടെയുണ്ടെങ്കിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ നമുക്കും കഴിയും. ആ വിശ്വാസത്തിൻ്റെ വചനങ്ങൾ അടുത്ത ഗാനങ്ങളിലൂടെ നമുക്ക് കേൾക്കാം. ജോമോൻ ഈ ഗാനം നമുക്ക് വേണ്ടി ആലപിക്കും.